നമസ്കാരം. അപ്പോൾ നമ്മൾ നവരാത്രിയുടെ 4-ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യഥാക്രമം ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ എന്ന ആ ഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ദുർഗാദേവിയുടെ ആദിപരാശക്തിയുടെ വ്യത്യസ്തമായിട്ടുള്ള പല ഭാവങ്ങളിൽ ഇന്ന് നമ്മൾ കിടക്കുമ്പോൾ 4-ാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ഇന്നത്തെ ദിവസം ദേവിയെ കൂഷ്മാണ്ഡ എന്ന ഭാവത്തിലൂടെയാണ് ആദരിക്കുന്നത്, ആരാധിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഇന്നലെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവിയുടെ രൂപം എന്ന് പറയുന്നത് സിംഹാരൂഢയായിട്ട് അല്ലെങ്കിൽ പുലിപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഒരു വീര്യഭാവത്തിലാണ് ദേവി അതിലും കൂഷ്മാണ്ഡ എന്ന ഭാവത്തിലും വിരാജിക്കുന്നത്. ഇതിൽ പ്രത്യേകത അഷ്ടഭുജ സങ്കല്പം എന്ന് പറയുന്നത് 8 കൈകളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സങ്കല്പത്തിന് കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഒരു ചൈതന്യം തന്നെയാണ്. അപ്പോൾ കൂഷ്മാണ്ഡ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ അത് 3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. കു, ഉഷ്മ, അണ്ട, ഇങ്ങനെ 3 ഇതുണ്ട്. കു എന്ന് പറയുന്നതിന് അർത്ഥം പറയുന്നത് ചെറുത് എന്നൊരു അർത്ഥം പറയുന്നത്. ഉഷ്മ എന്ന് പറയുമ്പോൾ അത് ഊർജം എന്ന് പറയാം. അണ്ഡം എന്ന് വെച്ചാൽ നമ്മൾ എഗ് എന്നൊക്കെ പറയുന്നത് എലിപ്സോയിഡ് ആയിട്ടുള്ള ആ വട്ടത്തിലുള്ള അല്ലെങ്കിൽ ഗോളം എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥവും എടുക്കാം. അങ്ങനെ ഇത് കൂടാതെ എ ബോൾ ഓഫ് എനർജി എന്നാണ് പറയുക കൂഷ്മാണ്ഡെ. അതേപോലെ നമ്മുടെ പംകിൻ, മത്തങ്ങ, കുമ്പളങ്ങ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂഷ്മാണ്ഡ എന്ന് നമ്മൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് മത്തങ്ങയൊക്കെ. അപ്പോൾ സാധാരണ നമ്മൾ കളിയാക്കൊക്കെ വിളിക്കും, മത്തങ്ങ തല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കൊക്കെ ചെയ്യും അല്ലേ. ശരിക്കും മത്തങ്ങ എന്ന് പറയുന്നതും കുമ്പളങ്ങ, മത്തങ്ങയുള്ള സാധനങ്ങളിലാണ് വെജിറ്റബിൾസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാണിക് എനർജി ഹൈ ആയിട്ട് നിൽക്കുന്ന ചില ഫലങ്ങളിലൊന്നാണ് മത്തങ്ങ, കുമ്പളങ്ങ പോലുള്ളതൊക്കെ. അപ്പോൾ പഴയ കാലത്തൊക്കെ, ഇപ്പോൾ അതൊക്കെ അന്യം നിന്നു. ഇപ്പോൾ പണ്ടൊക്കെ ഒരു ചില വിശ്വാസമുണ്ട്, പൂജകൾ ചെയ്യുന്നവർക്കും ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൂടുതൽ മത്തങ്ങ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് കൊടുക്കുന്നവരാണ്. കാരണം ഹൈ പ്രാണ വെച്ചിട്ടാണ് ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള പൂജകളൊക്കെ ചെയ്യുന്നത്. പ്രാണൻ വെച്ചുകൊണ്ടുള്ള ഒരു എക്സസൈസാണ് പൂജാവിധികൾ. അതിൽ ബുദ്ധി കൂർമ്മതയൊക്കെ പ്രാണനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഫലങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കണം എന്നൊരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു പറയും. അപ്പോൾ ഇവിടെ കൂഷ്മാണ്ഡ എന്നുള്ളത് ആ പംകിൻ അല്ലെങ്കിൽ മത്തങ്ങ, കുമ്പളങ്ങ പോലുള്ള ഫലങ്ങൾ, അത് പ്രാണന്റെ ഒരു കോശം തന്നെയാണ്. അപ്പോൾ അത് ഏറ്റവും ചെറുതിലാണെങ്കിൽ വലിയ രീതിയിൽ മാക്രോകോസമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമത്തിൽ തന്നെ ഒരു മനോഹരമായിട്ടുള്ള വരിയുണ്ട്. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ. ആഗമങ്ങളൊക്കെ അനുസരിച്ച് 444 കോടിയിൽ പരം ബ്രഹ്മാണ്ഡങ്ങൾ, മിൽക്കി വേ ഗാലക്സികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പം അനേകം കോടി സഹസ്ര കോടി ബ്രഹ്മാണ്ഡങ്ങളെയും ജനിപ്പിച്ചവളെ എന്ന ഒരർത്ഥം വരുന്ന വരിയാണ് ലളിതാ സഹസ്രനാമത്തിന് മറ്റ് ആഗമ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു മഹത്തായ പ്രപഞ്ചത്തിൻ്റെ മൂലബിന്ദുവായിട്ടുള്ള ഊർജം, ആ പ്രാണശക്തിയാണ് ദേവി എന്ന് പറയുന്നത്. അതെ, പൂജാവിധികൾ നടത്തുമ്പോൾ വൈദിക പൂജകളിൽ നമ്മൾ ദേവത ആവാഹനം കഴിഞ്ഞതിന് ശേഷം ആ കലശക്കുടത്തിലേക്ക് നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോൾ ചിലയിടങ്ങളിൽ ഉച്ചരിക്കുന്ന മന്ത്രമാണ് രക്താംബോധി സ്തബോധു ലസതരുണ സരോജാതി രൂഢാകരാബ്ജ എന്ന് തുടങ്ങുന്ന പ്രാണശക്തി പരാന്നഹ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഈ ദേവീ മന്ത്രം ഉച്ചരിക്കാറുണ്ട്. ദേവീം ബാലാർക്കവർണ്ണാം ഭവതു സുഖകരി പ്രാണശക്തി പരാന്നഹ, ഇങ്ങനെ ഒരു ചാൻഡിങ് അതിൽ നമ്മൾ ഉച്ചരിക്കാറുണ്ട്. അപ്പോൾ ആ പ്രാണശക്തിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രാണന്റെ ഒരു ഗോളം തന്നെയാണ് ദേവി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ കേവലം നമ്മുടെ ജഡമായിട്ടുള്ള ശരീരം മാത്രമല്ല, ശരീരത്തിലുള്ള ജീവൻ, അതിൻ്റെ ജീവന്റെ 10 തരത്തിലുള്ള പ്രാണനുണ്ട്. 5 പ്രാണനും 5 ഉപപ്രാണനും ഉണ്ടെന്ന് ആയുർവേദ ശാസ്ത്രങ്ങൾ പറയുന്നു. അതുപോലെ ഈ പ്രാണനെ എങ്ങനെയൊക്കെ കൃത്യമായിട്ട് ക്രോഡീകരിക്കണം, എങ്ങനെയൊക്കെ ചാനലൈസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് ബ്രീത്തിങ് ടെക്നിക്സും പ്രാണായാമങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പ്രാണശക്തി എന്ത് തന്നെയാണ്? സൂക്ഷ്മത്തിൽ ദേവി തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ശരീരത്തിലുള്ള ഓരോരോ അംഗങ്ങളിലും ഈശ്വരീയ ശക്തിയും അതുപോലെ പ്രാണന്റെ മനസ്സിലുമൊക്കെ ആ ദൈവീകത തന്നെയാണ് നിറഞ്ഞു തുളുമ്പുന്നത്. ഈ ദൈവീകതയുടെ ഒരു ഫീമെയിൽ, ഒരു സ്ത്രൈണമായിട്ടുള്ള എന്നാൽ ശക്തിമത്തായ സൗന്ദര്യാത്മകമായ പ്രാണന്റെ ജ്വലനമായിട്ടുള്ള ഭാവമാണ് കൂഷ്മാണ്ഡ എന്ന് പറയുന്ന ദേവി ചൈതന്യം. അപ്പോൾ ഇന്ന് കൂഷ്മാണ്ഡ ദേവി ആയിട്ട് ആരാധിക്കുമ്പോൾ ഈ ഒരു ഊർജത്തിന്, ഈ ഒരു പ്രാണശക്തിയുടെ ഒരു ഉണർവിന്, അതിനുള്ള ഉപാസനകളും ഭാരതത്തിൽ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ധ്യാനം എന്ന് പറയുകയാണെങ്കിൽ ഗുരുദേവ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ഫോർ ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയ്ക്കുള്ള പ്രത്യേകമായിട്ടുള്ള ധ്യാനമാണ് ഇന്ന് ഗുരുദേവ് എല്ലാവർക്കും അഭ്യസിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ അഭ്യാസം പോലെ ഇന്നലത്തെ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ രീതിയിൽ തന്നെയുള്ള മറ്റൊരു ഭാവത്തിലുള്ള മെഡിറ്റേഷനാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക്, അതിൻ്റെ മെഡിറ്റേഷൻ ലിങ്ക്, അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗുരുദേവ് ലളിതമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഇതിനൊക്കെ കൂടുതൽ കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ പുസ്തകങ്ങളിലും പുരാണങ്ങളിലൊക്കെ കാണുന്ന ഒരു വീക്ഷണമുണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടെ താത്വികമായിട്ട് അതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് ഗുരുക്കന്മാർക്ക് കൂടുതൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പൊരുളായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുര അഭിനവം എന്ന പുരാണ കഥകൾക്ക് മറ്റൊരു പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തത്വങ്ങൾ കൃത്യമായിട്ട് അപഗ്രഥിച്ച് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ എപ്പോഴും ഗുരുക്കന്മാർക്ക് പ്രത്യേക നൈപുണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവ് ഒരുപാട് തരത്തിലുള്ള ഇങ്ങനെയുള്ള കഥകൾ അതിനെ ആദ്യം പറഞ്ഞിട്ട് അതിൽ കളിയായിട്ട് പറയേണ്ട കാര്യങ്ങൾ കളിയായിട്ടും അതിൽ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കൃത്യമായിട്ടും ഗുരുദേവ് മനോഹരമായിട്ട് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അപ്പോൾ ഈ തത്വങ്ങളാണ് ഈ കൂഷ്മാണ്ഡ എന്ന ദേവീ ചൈതന്യത്തെ പറയുന്നത്. ഇത് ഇതുപോലെ ഒരുപാടുണ്ട്. പ്രാണേശ്വരി, പ്രാണധാത്രി, പഞ്ചാശത് പീഠരൂപിണി. പ്രാണേശ്വരി, പ്രാണൻ നൽകുന്നവളാണ് അമ്മ, അല്ലേ? അതുപോലെ പ്രാണൻ നമ്മൾ എപ്പോഴും ഹൃദയം കൊണ്ട് നമ്മൾ പറയുന്നില്ലേ, സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്ത് നമ്മൾ പ്രാണേശ്വരി എന്ന് വിളിക്കും, പ്രാണനാഥൻ എന്നൊക്കെ വിളിക്കും, അല്ലേ? അപ്പം സ്നേഹത്തിൻ്റെ അതേപോലെ ജീവൻ്റെ ഒക്കെ ഏറ്റവും സട്ടിലായിട്ടുള്ള ഊർജത്തിനെയാണ് ദേവി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ചൈതന്യമാണ് നമ്മൾ അന്തരംഗത്തിലും പുറത്തുമൊക്കെ വിളങ്ങുന്നത്. ആ ചൈതന്യത്തെ ഒരു മനോഹരമായിട്ടുള്ള രൂപത്തിലൂടെ, ആ രൂപത്തിൽ പലതരത്തിലുള്ള തത്വങ്ങൾ, പലതരത്തിലുള്ള ഈ ദേവരൂപങ്ങളിലൊക്കെ അതിൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കൾക്കും പ്രത്യേകമായിട്ടുള്ള താത്വികമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇത് ഓരോ ഫോംസിനും വ്യത്യസ്തത ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളിലൂടെ കാണിക്കുന്ന ഒരു താത്വികമായിട്ടുള്ള തത്വം ശരിക്കും നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നുണ്ട്. ആ തത്വത്തെ എടുത്തുകൊണ്ട് അതിനെ ആഗിരണം ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മൾ ധ്യാനത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ അന്തരംഗത്തിൽ തന്നെ ഈ ചൈതന്യങ്ങളുടെ സ്ഫുരണം, അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ സാക്ഷാത്കരിക്കാൻ പറ്റും. അപ്പോൾ ഈ ചൈതന്യങ്ങളെ കൂടുതൽ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ധ്യാനത്തിലൂടെ ലക്ഷ്യം. അപ്പോൾ ഇനിയുള്ള ഈ 9 ദിവസങ്ങൾ ഓരോ ദിവസവും ധ്യാനം ചെയ്യുകയും പ്രാർത്ഥനാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം മുഴുകുകയും അതോടൊപ്പം തന്നെ ഈ ഋഷിവര്യന്മാരുടെ ആ ഒരു വിഷൻ, സന്ദേശം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നവരാത്രി ആശംസിക്കുന്നു. ആ കൂഷ്മാണ്ഡ ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മെഡിറ്റേഷൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ. कंफर्टेबली इजीली आराम से बैठ जाएं. आंखें आधे खुले रखें. कीप योर आईज ओपन जस्ट 30 डिग्रीज. 30 डिग्री तक आंखें खुला रखें. शरीर को अनुभव करें. पहले शरीर पर अपना ध्यान लेके आए. आपके शरीर में अरबों खरबों अणु परमाणु है और उन एक एक अणु में, एक एक कण में चैतन्य ही चैतन्य है, शक्ति ही शक्ति. Bring your attention to your body. Your body has billions and trillions of cells, and there is infinite energy in each cell, each particle of your body. Take a deep breath in and breathe out. एक और गहरी सांस लीजिए और छोड़ें. शरीर के प्रति सजग हो जाएं और धीरे धीरे आंखें बंद कर सकते हैं. शरीर के आसपास जो कुछ भी है यह सब माँ ही है, माँ का ही रूप है, माँ की शक्ति से ओतप्रोत है. Become aware of your whole body and the trillions of atoms in your body. And you may gently close your eyes and feel all the atoms, objects all around you at this moment. Every little
or big objects here or elsewhere is all permeated by consciousness, permeated by prana, permeated by the Mother Divine Energy. माँ की शक्ति घनीभूत होके वस्तु बना है और वह सब जगह व्याप्त है। एक सुई जितने भी जगह नहीं है जहां माँ नहीं है, माँ की शक्ति नहीं है। समस्त ब्रह्मांड में संचार करती हुई यह शक्ति आपके सांसों में भी है, मन में भी है, सर्वत्र है। The same life force that is inside your body, inside your skin, is all around you as well. Life is not just inside this object called body, but it surrounds the entire universe. You are not just inside the body, but you are in the entire room you are in. And your vibrations are in the entire universe. Like the radio waves of consciousness, prana, life force, permeates the entire cosmos. तरंग रूप से शक्ति और प्राण शक्ति पूरे विश्व में, ब्रह्मांड में व्याप्त है। भूत, भविष्य और वर्तमान से परे और इन तीनों के आधार चैतन्य शक्ति। Consciousness is the base for space and time. The past, present, future, all are embedded in this consciousness. Right now and here. Repose, let go, and just be. अभी इसी वक्त विश्राम करें, सब छोड़ें, सभी तरह के आग्रह छोड़कर विश्राम करें।
Let the cosmic vibrations from all sides enter our body and calm it down, calm the mind, and cool your hearts and soothe the body. ब्रह्मांड की यह तरंग, यह शक्ति शरीर को स्वस्थ, मन को शीतल और हृदय को प्रफुल्लित कर दे। जैसे जैसे सांस की उष्णता शांत होने लगता है, शीतल होने लगता है, मन प्रफुल्लित हो उठता है। As the breath cools down, mind blossoms with such a pleasant and elevated feeling. Let it happen all by itself. Let go of all your efforts. माँ कुष्मांडा bestows joy. माँ कुष्मांडा हमें प्रफुल्लित कर देती है। विश्राम करें, रिलैक्स एंड लेट गो। Energy has no boundaries, so is our consciousness. Let go and be one. चेतना का कोई सीमा नहीं है।
शरीर सीमित है मगर मन दूर दूर तक फैला हुआ है। शक्ति की कोई सीमा नहीं। Energy has no boundaries. You are the energy. Repose and know. Boundless energy and bountiful blessings are yours. असीम चेतना, अनंत चेतना और अपरिमित आनंद आपका है। With a big smile, take a deep breath in. And slowly breathe out. Let go. मुस्कुराते मुस्कुराते गहरी सांस लीजिए। और ब्रह्मांड के साथ एकता अनुभव करते हुए धीरे धीरे सांस छोड़ें। और धीरे धीरे आंखें खोल सकते हो। अच्छा लगा ना? भाव ही तो है। एक भगवान कहते, भगवान भाव के भूखे हैं। भाव से और भावना से ही भगवान मिलता। जब हम शरीर को अपना शरीर ही मैं हूँ समझ के बैठते तो हमारी पहुँच बड़ा सीमित रहता है। जब हम चेतना के साथ तादात्म्य करते हैं तो हमें अपना एक विशाल ब्रह्मांड अनुभूति में आ जाती। यही जीवन है। निर्गुण निराकार पर ब्रह्म, कहीं दूसरे कहीं नहीं, उसको पाने के लिए कुछ नहीं करना है। सिर्फ खाली हो जाना, शांत हो जाना, प्रसन्न हो, कुछ करना नहीं। श्राम। To attain the highest, you don't have to do anything, just let go. When we identify ourselves with just the limited body, then it's very limited understanding. We have very limited sphere. But when we lift our self and our identity to the consciousness, then it has limitless
एक्सेस। ओके, जय गुरुदेव।